ഇന്ദിരാഗാന്ധി സ്വന്തം അച്ഛന്റെ പേര് ഇടാത്തതിൽ അഖിലിന് പ്രശ്നമുണ്ട്. അതേസമയം അഖിലിന്റെ അച്ഛന്റെ പേരില്ല. ഓടി പോകുന്നില്ല. ഞാൻ പറഞ്ഞാൽ പറയാം. അല്ല, അഖിൽ അച്ഛന്റെ പേര് രാജേന്ദ്ര കുറുന്നല്ലേ പേര്? ചേട്ടാ എന്റെ ജാതി മാരാരാടൂ. അല്ല, അതിനു മുമ്പ് കരുണാകരന്റെ ജാതി മാരാരല്ലേ? അഖിലിന്റെ ഞാൻ ചോദിക്കട്ടെ, അഖിലിന്റെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിലെ പേര് അഖിൽ കോട്ടാത്തലാണ്. അല്ല, അഖിൽ രാജനാണ്. അപ്പൊ ഒരു മിനിറ്റ്, അഖിൽ രാജനായിരുന്ന അഖിൽ കോട്ടാത്തലയായി, അഖിൽ മാരാറായി. 3 വട്ടം പേര് മാറ്റി. ഇന്ദിരാഗാന്ധിയുടെ കല്യാണത്തിന് ശേഷം ഫിറോസ് ഗാന്ധിയുടെ ഗാന്ധി എന്നുള്ള ആ ഇനിഷ്യൽ ഒന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രശ്നം എന്താ? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ഞാൻ ചോദിച്ചത് ഇന്ത്യ മഹാരാജ്യത്തെ 17 വർഷക്കാലം ഭരിച്ച ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരിനെ കാട്ടി മഹിമ ഭർത്താവിന്റെ പേരിനുണ്ടെന്ന് കണ്ടുകൊണ്ടാണ് വെച്ചെന്ന് ഞാൻ ചോദിച്ചോളൂ. ഫിറോസ് ഗാന്ധിയുടെ ചരിത്രം പരിശോധിക്കണം. രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ക്യാബിനറ്റിനെതിരെ സംസാരിക്കാൻ ആജവമുണ്ടായ വിപ്ലവകാരിയായിട്ടുള്ള കോൺഗ്രസ് ഫിറോസ് ഗാന്ധി, അതൊന്ന് ചരിത്രം പരിശോധിക്കണം. അതൊക്കെ ഞാൻ പറയട്ടെ, ആ ചരിത്രം പരിശോധിക്കണം. അപ്പൊ നെഹ്റുവിനോളം തന്നെ തലയെടുപ്പുള്ള പേരാണ് പ്രശ്നം. ഇന്ദിരാഗാന്ധി സ്വന്തം അച്ഛന്റെ പേര് ഇടാത്തതിൽ അഖിലിന് പ്രശ്നമുണ്ട്. അതേസമയം അഖിലിന്റെ പേരില്ല. ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചപ്പോ അഖിലിന്റെ അച്ഛന്റെ പേരുണ്ടായിരുന്നു ഗുമ്മ പോരാന്ന് പറഞ്ഞിട്ട് അഖിൽ പറഞ്ഞ പേര് മാറ്റി. അതിലൊരു സീക്വൻഷ്യൽ ഓർഡറിൽ ഒരു പ്രശ്നമുണ്ട്. അഖിൽ രാജൻ എന്നുള്ള പേര് അച്ഛന്റെ പേര്, അത് അഖിലിന്റെ ചോയ്സ് അനുസരിച്ച് എപ്പോ വേണമെങ്കിൽ മാറ്റാം. പക്ഷെ അഖിൽ കോട്ടാത്തലയായത് എങ്ങനെയാ? ശരി, അച്ഛന്റെ പേര് മാറ്റി കോട്ടാത്തലയായി. അതിന് ഗുമ്മ പറയാനായിട്ട് മാരാറാക്കി. 3 വട്ടം പേര് മാറ്റിയ ആള് മറ്റുള്ളവരുടെ കാര്യം എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഓ.